നല്ല പടം. ഞാനിത് ഫുള്ള് കണ്ടെടുത്തിട്ടേ എവിടെ എണ്ണിച്ചു. ഓ ആശർ എന്ത് അടിപൊളിയാ, സൂപ്പർ. ആ വരുന്ന വിരക്ക് കാണുമ്പോഴേ ഒരു സൂപ്പർ മാസ്. എന്റെ പൊന്നോക്കിയിട്ട് തന്നെ ആശർ. അയ്യോ ഇതെന്താ ഇത്രയും നെറ്റ് സ്ലോ? എന്റെ ഇന്നത്തെ ഡാറ്റ കഴിഞ്ഞോ? ഇല്ലല്ലോ, ഡാറ്റ ഒന്നും കഴിഞ്ഞിട്ടില്ല. പിന്നെയോ ഭയങ്കര നെറ്റ് സ്ലോ. ആ നല്ല പടം കാണാൻ വന്നപ്പോഴായിരുന്നു നെറ്റ് സ്ലോ ആയത്. ഓ ഇനി എന്തോ ചെയ്യാനാ? എന്നാൽ ഈ ഫോൺ എന്തോ പറ്റി? എന്റെ ഹോട്ട്സ്പോട്ട് ഓൺ ആണല്ലോ. ഏത് ഫോണാ നോക്കട്ടെ. ഇത് വിവോ അല്ലേ? ഇത് എന്റെ ചേട്ടന്റെ അല്ലേ? ഓ ചേട്ടൻ എന്റെ നെറ്റ് ഊറ്റുവാണ്. ആ പഠിക്കണമെന്ന് എന്റെ നെറ്റ് എടുത്തായിരുന്നു. ഞാൻ പോയി നോക്കട്ടെ, പഠിക്കുവാണോ വേറെ എന്തെങ്കിലും കലാവിരുതുകൾ ചെയ്യുവാണോ എന്ന്. ഞാൻ ഇന്ന് നോക്കട്ടെ എന്തോ ചെയ്യുവാണെന്ന്. ഇവിടെ ഒന്നും അവനെ കാണുന്നില്ലല്ലോ. അകത്ത് കാണുന്നില്ല, വെളിയിലും കാണുന്നില്ല. ഇനി വീട്ടിന്റെ ബാഗ് മാത്രമേ ഉള്ളൂ നോക്കാൻ. ഇല്ലെങ്കിൽ അമ്മയുടെ ചോദിക്കാം അവിടെ പോയെന്ന്. ആ ദാണ്ട് ഇവിടെ ഇരിപ്പുണ്ടല്ല. പയ്യെ പോയി നോക്കാം എന്തോ ചെയ്യുന്നേന്ന്. ചേട്ടൻ ഇൻസ്റ്റഗ്രാം കാണുവാണല്ല. ചേട്ടാ എന്താടാ? ഞാൻ കണ്ടുപിടിച്ച് നീ ക്ലാസ് കാണുവാന്ന് പറഞ്ഞ് ഇൻസ്റ്റഗ്രാം കാണുവല്ലേ. ഞാൻ അമ്മ പറഞ്ഞു കൊടുക്കട്ടെ. അത് പിന്നെ ആ സാറാ പറഞ്ഞത് എന്തുവാ ഇൻസ്റ്റഗ്രാമിൽ കാണുമ്പോ പഠിക്കാൻ പറ്റുമെന്ന്. ഉള്ളത്തരം പറയല്ലേ. അല്ലടാ സത്യം. ഇൻസ്റ്റഗ്രാമിൽ ഷോർട്സ് കാണുന്നത് കണ്ട് അത് എന്റെ നെറ്റ് കൊണ്ട്. നെറ്റ് എവിടെ കൊണ്ടുപോയടാ? നെറ്റ് തീർന്നു പോയടാ. ഇന്നത്തെ നെറ്റ് തീർന്നു പോയി. എന്ത് ചെയ്യും? കാണുമ്പോ ആലോചിക്കണമായിരുന്നു. എടാ നമുക്ക് 5G പാക്ക് ചെയ്താലോ? അവിടെ 5G ഫോണല്ലേ, അപ്പൊ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും. നീ അതും കൂടെ ചെയ്ത് വെച്ചാ മതി മൊത്തം കളി തീർക്കാൻ. പൊട്ടാ തീരത്തില്ല. അതൊക്കെ നീ വീട്. ഞാൻ ഇൻസ്റ്റാഗ്രാം കണ്ടത് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. മാഷിന്റെ അടുത്ത് വന്നാൽ ഞാൻ അമ്മയുടെ അടുത്ത് പറയാൻ, വിളിച്ച് ചോദിക്കാം അങ്ങനെയൊക്കെ ഉണ്ടോന്ന്. എടാ അതൊന്നും വേണ്ട, മാഷ് തന്നെ പറഞ്ഞ. എന്തോടാ ലാസ്റ്റ് ഒന്നിപ്പോ വിക്കല്. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കട്ടെ. പറഞ്ഞു കൊടുക്കണ്ടെങ്കിൽ ഞാൻ പറയുന്ന സാധനങ്ങൾ മേടിച്ചു തരണം. പറ്റുവോ? എടാ മാഷ് പറഞ്ഞാടാ. ഞാൻ അമ്മയുടെ അടുത്ത് പറയാം. ഞാൻ പോട്ടെ. എടാ നിക്ക് നിക്ക്, ഞാൻ അല്ലാതെ കണ്ടതാ. അങ്ങനെ വരിക്കുവാ. ഞാൻ പറയാം, 200 രൂപയുടെ താഴെയുള്ള എന്ത് മേടിച്ചു തരാം. 200 രൂപയുടെയോ? എന്നാ ശരി. ഒരാഴ്ചത്തേക്ക് 200. അങ്ങനെ എങ്ങനെയാണോ? അങ്ങനെയല്ലടാ, മൊത്തത്തിലാണ് പറഞ്ഞത്. മൊത്തത്തിലൊന്നും 200 പറ്റത്തില്ല. 500 രൂപ പറഞ്ഞാൽ നമുക്ക് സെറ്റിലാക്കാം. അല്ലെങ്കിൽ ഞാൻ അമ്മയോട് പറഞ്ഞു കൊടുക്കും ഉറപ്പായിട്ടും. ശരിയടാ, 500 എങ്കിൽ 500. ഇപ്പം തോട്ടെ. ചേട്ടാ നാളെ എക്സാമാ, അതെങ്കിലും ഓർത്ത് പടി. അല്ലാതെ ഫോണിൽ ഇൻസ്റ്റാഗ്രാം കുത്തിക്കൊണ്ട് കാണാതെ. അപ്പൊ നീ എന്തോ കണ്ടോണ്ടിരുന്നത്? ഞാനാണെങ്കിൽ എനിക്ക് എക്സാം ഇല്ലാത്തതുകൊണ്ട് വാഴ 2 കണ്ടോണ്ടിരുന്ന. അടിപൊളി സിനിമയാടാ, നീ കാണണം. നീ എന്ത് എക്സാം ഒക്കെ കഴിഞ്ഞ് കണ്ടാ മതി. എന്റെ പോയോനെ തിയേറ്ററിലൊക്കെ പോയി കാണണം. പക്ഷേ പൈസയൊന്നും ഇല്ലടാ. എക്സാം കഴിഞ്ഞ് കണ്ടോളാം. ശരി ശരി, പൊക്കോ പൊക്കോ, എന്തേലും പോയി പടി. ശരിയടാ, ഞാൻ ബുക്ക് എടുത്ത് പഠിക്കട്ടെ. ആ ശരി. ഒരു പോക്കാൻ പോയത്. പിന്നെ നിങ്ങളടുത്ത് പറയാൻ, നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ചെയ്യാതെ കണ്ടിട്ട് പോവരുതേ. ഇനി മുതൽ നിങ്ങൾ കമന്റിൽ പേര് വെച്ചാൽ ഞാൻ ഹായ് പറയാം. ഞാൻ മാത്രമല്ല എന്റെ ചേട്ടനും പറയും. പക്ഷേ ഹായ് പറയണമെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഞാൻ ഹായ് പറയില്ല. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങളുടെ പേര് ഞാൻ ഹായ് വിളിക്കാം. കമന്റിലും കൂടെ അറിയിക്കണമേ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.